I was an MP candidate of this constituency. I am one of the 65 lakh voters whose vote right has been deleted from Bangalore constituency after SIR. Nice joke, no? I was born in this constituency. I lived in this constituency. I had my schooling, college, theatre. And for your kind information, I was an MP candidate of this constituency too. Well, the joke is nice. Game on. Let me see what is the process I have to go through. क्या क्या कागज दिखाना पड़ेगा to get back my voter ID. Well, game on. But one little word. My friend, you can use your powers to deny few of the citizens the right to vote who may not elect you. But can you stop us, my dear friend, from our power of bringing you down? Just asking. Bye. പ്രകാശ് രാജ് നട്ടലുള്ള വില്ലൻ അല്ല, വില്ലനല്ല, അയാളാണ് നായകൻ. അയാൾ മാത്രമാണ് നായകൻ. നട്ടലുള്ളവനാണ് നായകൻ. നട്ടല് സംഘപരിവാറിന് മുന്നിൽ പണയം വെച്ചവനല്ല നായകൻ. അവനൊക്കെ നട്ടലില്ലാത്ത അടിമകൾ മാത്രമാണ്. ഇയാൾ നായകനാണ്. നായകൻ എന്ന് പറഞ്ഞാൽ നട്ടലുള്ളവൻ, അതല്ലേ നായകൻ എന്ന് പറഞ്ഞാൽ. നായകൻ എന്ന് പറഞ്ഞാൽ വീര പരാക്രമി, അതാണ് നായകൻ. അപ്പോ ആ പ്രകാശ് രാജിന്റെ വോട്ട് ഇലക്ഷൻ പട്ടികയിൽ നിന്ന്, വോട്ടർ പട്ടികയിൽ നിന്ന് അയാളുടെ പേര് വെട്ടിയിരിക്കുന്നു. കർണാടകയിലെ SIR ഓൾമോസ്റ്റ് പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രകാശ് രാജിൻ്റെ ബാംഗ്ലൂര് മണ്ഡലത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിലുള്ള പേര് അത് വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയോട് പ്രകാശ് രാജിൻ്റെ ഒരൊറ്റ വാചകം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ കേട്ടത്. എന്താണ്? നിങ്ങൾക്ക് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റാം, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എൻ്റെ വോട്ടവകാശത്തെ നിങ്ങൾക്ക് ഹനിക്കാം, അത് നിഷേധിക്കാം. പക്ഷേ നിങ്ങളെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പോരാട്ടം അത് തുടരാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രകാശ് രാജിൻ്റെ മറുപടി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ കൃത്യമാണല്ലോ. പ്രകാശ് രാജിൻ്റെ വോട്ട് വെട്ടിയത് നമ്മൾ അത്ര നിസ്സാരമായി കാണണ്ട. പ്രകാശ് രാജിൻ്റെ വോട്ട് വെട്ടിയതുപോലെ തന്നെ അതേ രീതിയിൽ, സമാനമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ സംഘപരിവാർ ടാർഗറ്റ് ചെയ്ത പല ആളുകളുടെയും വോട്ടുകൾ വെട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് പ്രകാശ് രാജ്. പക്ഷേ ഇവൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയധികം ഒരു സ്റ്റാർഡമുള്ള ഒരു വ്യക്തി, ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, രാജ്യത്ത് മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു വ്യക്തി, അയാൾ ഇന്ത്യക്കാരനാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത വ്യക്തി അല്ലേ? ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്ന് പഠിച്ച് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി. ആ വ്യക്തിയുടെ വോട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിക്കുന്നോ? അപ്പോൾ ഈ വ്യക്തിയുടെ വോട്ട് എന്ത് കാരണത്താലാണ് വെട്ടിയത്? ഒരു കാരണവുമില്ലാതെ. SIR നിന്ന് പുറത്തു പോയ ആളുകളുടെയൊക്കെ വോട്ട് വെട്ടിയത് ഇതേ സമാനമായ സിറ്റുവേഷനിലാണ്. കാരണം തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് കണ്ടവരെയൊക്കെ വെട്ടിമാറ്റി എന്നുള്ളതാണ്. വെട്ടിമാറ്റിയതിൽ കുറേയൊക്കെ ഈ പറയുന്ന എന്താ പറയേണ്ടത്, മരണപ്പെട്ടിട്ടും നീക്കം ചെയ്യപ്പെടാത്ത വോട്ടുകൾ, അങ്ങനെ വളരെ അപൂർവം വോട്ടുകൾ മാത്രമാണ് അങ്ങനെയുള്ളത്. എന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ട് ഒഴിവാക്കപ്പെട്ട വോട്ടുകൾ എന്ന് പറയുന്നത് SIR നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആളുകളുടെ പേരുകളിൽ 10% ജെന്യൂനിറ്റി ഉള്ളത് 10% താഴെയാണ്. ജെന്യൂനായിട്ട് നീക്കം ചെയ്യപ്പെട്ടത്, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നീക്കം ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് 10%-ലും താഴെയാണ്. ബാക്കിയെല്ലാം ഈ പറയുന്ന ഇലക്റ്റീവ് അല്ലാത്തത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് വോട്ട് ചെയ്യാത്ത ആളുകളായതുകൊണ്ട് സംഘപരിവാറിന് വോട്ട് ചെയ്യില്ല അവർ.
സംഘ് പരിവാറിന് അവർ കൊക്കിൽ ജീവനുള്ള കാലത്തോളം സംഘ് പരിവാറിന് വോട്ട് ചെയ്യില്ല. ആ സംഘ് പരിവാറിന് വോട്ട് ചെയ്യില്ല എന്ന് ഷുവറുള്ള ഉറപ്പുള്ള ആളുകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ്. അത് തന്നെയാണ് പ്രകാശ് രാജിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. എന്താണ്? ആർ രാജഗോപാൽ എന്ന് പറയുന്ന ദ ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആർ രാജഗോപാൽ, ആ മനുഷ്യന് SIR പേരില്ലെന്ന് പറഞ്ഞ് SIR പേരില്ലെന്ന് ഒറ്റ കാരണം കൊണ്ട് അയാളുടെ പാസ്പോർട്ട് ഡിനൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. രാജ്യത്ത് വലിയ ചർച്ചയായി, വലിയ വിവാദമായി, വലിയ പ്രതികരണങ്ങൾ കണ്ടു. അതിനുശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം റിവേഴ്സ് ചെയ്തത്. അത് എന്തുകൊണ്ട് ഇത്ര ചർച്ചയായി, എന്തുകൊണ്ട് ഇത്രയധികം പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ആർ രാജഗോപാൽ ആയതുകൊണ്ട് മാത്രം അല്ലേ? ഇവിടെ അതുപോലെ തന്നെയാണ് പ്രകാശ് രാജിന്റെ കാര്യവും. പ്രകാശ് രാജിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ തീരുമാനം റിവൈസ് ചെയ്യപ്പെട്ടേക്കാം. അവിടെയും നിങ്ങൾ ആലോചിക്കേണ്ടത്, രാജഗോപാലിനെ പോലെ പാസ്പോർട്ട് ഡീറ്റെയിൻ ചെയ്ത ആളുകൾ, ഡിനൈ ചെയ്യപ്പെട്ട ആളുകൾ, പിടിച്ചു വെക്കപ്പെട്ട ആളുകൾ, അതിൽ രാജ്യത്ത് ചർച്ച ചെയ്യാൻ പോലും ആളുകളില്ല. അതുപോലെ തന്നെയാണ് SIR നിന്ന് പേര് വെട്ടിമാറ്റിയ ആളുകൾ ഇന്ന് രാജ്യത്തുണ്ട്. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവരുടെ കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എന്താണത്? ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന് ഈ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ തന്നെയാണ് വെട്ടിമാറ്റുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ എലക്റ്റീവ് അല്ല, മീൻസ് സംഘ് പരിവാറിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരല്ല എന്ന് 100% ഉറപ്പുള്ള ആളുകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, 12 വർഷമായി രാജ്യം ഭരിക്കുന്നു. 12 വർഷമായി രാജ്യം ഭരിക്കുന്നു. 12 വർഷമായിട്ട് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ വിത്തുകൾ മാക്സിമം പാകിക്കൊണ്ടിരിക്കുകയാണ്. പർച്ചേസ് ചെയ്യാൻ ഇനി ഒന്നും ബാക്കിയില്ല. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ, രാജ്യത്തെ ജുഡീഷ്യറിയെ, രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ, രാജ്യത്തെ സിസ്റ്റത്തെ, അങ്ങനെ എവ്രിതിങ് പർച്ചേസ് ചെയ്തു. ഇതൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും സേഫാക്കി വെച്ചിട്ടും, ഇലക്ഷൻ കമ്മീഷനെ അടക്കം പർച്ചേസ് ചെയ്ത് പോക്കറ്റിൽ വെച്ചിട്ടും സാധാരണക്കാരൻ്റെ ഒരു വോട്ടിനെ നരേന്ദ്രമോദി ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഈ 12 വർഷമായിട്ടും നരേന്ദ്രമോദി ആ പർച്ചേസ് ചെയ്ത് ഇരിക്കുന്ന കസേര, ആ കസേരയിൽ ഒരു നിമിഷം പോലും നരേന്ദ്രമോദി സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും രാജ്യത്തെ പൗരന്മാരുടെ വോട്ടുകൾ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? എല്ലാം അടക്കി പിടിച്ചിട്ടും, ഈ പറയുന്ന കാൽ കീഴിലാക്കിയിട്ടും, അനധികൃതമായി എല്ലാം കാൽ കീഴിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടും മോദിയുടെ ഭയം അവസാനിക്കുന്നില്ല. എന്താണ് ഭയം? ഈ അധികാര കസേര നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ആ ഭയത്തിൽ നിന്നാണ് ഈ പറയുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് SIR നടപ്പിലാക്കിയതും അതിലൂടെ ലക്ഷക്കണക്കിന് രാജ്യത്തെ പൗരന്മാരുടെ വോട്ടവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതും. ആ ഭയമാണ് നരേന്ദ്രമോദിയെ വേട്ടയാടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 12 വർഷം അധികാര കസേരയിൽ ഇരുന്നിട്ട് ഇന്നും ആ കസേരയെക്കുറിച്ച് ഭയമാണ്. ഈ ജനം എനിക്കെതിരെ വിധി എഴുതും എന്നുള്ള ഭയം. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയപ്പെടുകയല്ലാതെ വേറെ വഴികളില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് മോദിക്ക് നേരിട്ട് മനസ്സിലായതുമാണ്. പിന്നെ പോക്കറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ആ നരേന്ദ്രമോദിക്ക് ഭയമാണ്. ഉള്ളിൽ തീയാണോ തീ? കാരണം കോർപ്പറേറ്റുകളുണ്ട്, കൂടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്, RSS ഉണ്ട്, സംഘപരിവാരമുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിട്ടും
യു പിയിലെ വാരാണസിയിൽ നരേന്ദ്രമോദി തോറ്റു തുന്നം പാറി. അതും യു പിയിലെ ഒരു പ്രാദേശിക നേതാവിനോട് നരേന്ദ്രമോദി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, എക്സിസ്റ്റിംഗ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഡിഫെൻഡിങ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി തോറ്റു തുന്നം പാറി. ആ മോദിയെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാകും, സ്വാഭാവികമാണ്. നമ്മളാണെങ്കിലും ഭയമുണ്ടാകും. കാരണം എന്താ, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ് എന്തോ ഭാഗ്യവശാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പോക്കറ്റിലുണ്ടായത് കൊണ്ട് കസേര നഷ്ടപ്പെട്ടില്ല. തോറ്റാലും വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു, കസേര നിലനിർത്തി. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ ഭയം തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പുകളെയൊക്കെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാമെന്നാണ് ഇപ്പം സംഘപരിവാരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികളും പ്ലാനുകളുമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എത്രയൊക്കെ നിഷേധിച്ചാലും രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് പണ്ടേ അവസാനിച്ചു കഴിഞ്ഞു. രാജ്യത്ത് ഇന്ന് ജനാധിപത്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്നൊക്കെ നമ്മൾ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്ത് വെറും എന്താ പറയേണ്ടത്, ഒരു ജോക്ക് മാത്രമാണ്, അല്ലേ? ഒരു നാടകം മാത്രമാണ് എല്ലാ അർത്ഥത്തിലും. വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. 6-7 റൗണ്ടുകൾ പിന്നിട്ടു. നരേന്ദ്രമോദി 50,000-ത്തിലധികം വരുന്ന വോട്ടിന് പിന്നിലാണ്. ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റ് ബ്ലോക്കാകുന്നു. ഒരു 1-2 മണിക്കൂർ, 12.5 മണിക്ക് ബ്ലോക്കാകുന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞ് സൈറ്റ് റീ ഓപ്പൺ ആകുന്നു. സൈറ്റിൽ അപ്പോൾ അതുവരെ ബ്ലോക്കാകുന്ന നിമിഷം വരെ നരേന്ദ്രമോദി 50,000 വോട്ടുകൾക്ക് പിന്നിലായ വാരാണസിയിൽ 2 മണിക്കൂർ കഴിഞ്ഞ് റീ ഓപ്പൺ ആവുന്ന സൈറ്റ് കാണിക്കുന്നു നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചു. ആ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2024 അധികാരത്തിലേറിയതിന് ശേഷം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് സംഘ് പരിവാർ ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ആ ഭയമാണ്. തൻ്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്, അതിനെക്കുറിച്ചുള്ള ബോധ്യം നല്ല പോലെ നരേന്ദ്രമോദിക്കുള്ളത് കൊണ്ട് ആദ്യം നടപ്പിലാക്കേണ്ടത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെ ഒന്ന് പരിഷ്കരിക്കണം. എങ്ങനെ പരിഷ്കരിക്കണം? അതാണ് പ്രകാശ് രാജ് പറഞ്ഞത്. എലക്റ്റീവ് അല്ലാത്ത ആളുകളെ വെട്ടി മാറ്റണം, അവരുടെ വോട്ടവകാശത്തെ നിഷേധിക്കണം. ഇതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി അത് ചെയ്തു എന്നുള്ളതാണ്. ബാക്കി ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ മറ്റുള്ളിടത്തും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃത്യമാണല്ലോ. 1 കോടിയിലേറെ ആളുകൾ ബംഗാളിൽ, 65 ലക്ഷം ആളുകൾ ബീഹാറിൽ വെട്ടിമാറ്റി. ഈ ബീഹാറിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയതൊക്കെ ഈ പറയുന്ന 65 ലക്ഷത്തിൽ ആനുപാതികമായിട്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട കൂടുതൽ ആളുകൾ വെട്ടിമാറ്റപ്പെട്ട മണ്ഡലത്തിൽ 1000-2000 വോട്ടുകൾക്കാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. കൃത്യമാണല്ലോ, പ്ലാൻ കൃത്യമാണ്, അജണ്ടയും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രകാശ് രാജിൻ്റെ വോട്ടും വെട്ടിമാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ നായകനാണ്, നട്ടലുള്ള നായകൻ. അതുകൊണ്ടാണ് അയാളത് വെട്ടിമാറ്റിയത്. അയാൾ വിദ്യാർത്ഥികൾക്കൊപ്പം ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. അയാൾ വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ആ വാഹനത്തിൽ, ആ പാർലമെന്റ് മാർച്ചിൽ പ്രകാശ് രാജ് ഉണ്ടായിരുന്നു. അയാൾ ഈ രാജ്യത്തോടൊപ്പമാണ്, ഈ രാജ്യത്തെ കർഷകർക്കൊപ്പമാണ്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അയാൾ സംഘ് പരിവാറിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് വെട്ടിമാറ്റിയത്. ബിക്കോസ് അയാൾ ഇലക്റ്റീവ് അല്ല. എങ്ങനെ ഇലക്റ്റീവ് അല്ല? അയാൾ
ഈ പറയുന്ന സംഘ് പരിവാറിന് അനുകൂലമായി തൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നവരുടെ കൂട്ടത്തിലല്ല അയാൾ എന്നുള്ളത് തന്നെയാണ് ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ 12 വർഷമായി രാജ്യത്ത് അധികാര കസേരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി, വിശ്വഗുരു എന്ന് സ്വയമേ അവകാശപ്പെടുന്ന സെൽഫ് ബ്രാൻഡിങ് നടത്തുന്ന നരേന്ദ്രമോദിക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഒരു പേടി സ്വപ്നമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.